Next, chapter 23, admission of a partner. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതിലൊരു പ്രോബ്ലം എടുത്തതാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിന്റെ ഒരു പ്രോബ്ലം എടുത്താണ് റിവാലുവേഷൻ അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അടുത്തത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു ബിസിനസ്സിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നിൽ പറയുന്നത്. ഇത് പറയുന്നത് on admission of a new partner, the partnership firm is reconstituted with a new agreement. When a partner is admitted, he acquires two main rights in the firm. അതായത് ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്കോ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിന് രണ്ട് കാര്യങ്ങളാണ് നേടിയെടുക്കാൻ കഴിയുന്നത്. ഒരു പുതിയ പാർട്ട്ണർ ഒരു ബിസിനസ്സിലേക്ക് പ്രവേശനം നൽകുന്നതിലൂടെ ബിസിനസ്സിന് രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ദ റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി ഫേം. അതായത് ബിസിനസിന്റെ അസറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ് ഷെയർ ചെയ്യാനായിട്ട് പുതിയതായ ഒരാളും കൂടെ വരുന്നു. പിന്നെ രണ്ടാമത്തെ പറയുന്നത് ദ റൈറ്റ് ടു ഷെയർ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഓഫ് ദി ഫേം. അതായത് ബിസിനസ്സിന് ഉണ്ടാവുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് ഷെയർ ചെയ്യാനായിട്ടും പുതിയ ഒരാൾ കൂടെ വരുന്നു. അപ്പൊ നിലവിൽ രണ്ടുപേരുള്ളൂ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യാനായിട്ട്. ഒരാളും കൂടെ വന്നാൽ ആ രണ്ടുപേര് കൂടാതെ ഒരാളും കൂടെ വന്നു. അപ്പൊ 3 പേര് ഒരു കമ്പനിയുടെ ലാഭവും നഷ്ടവും ഷെയർ ചെയ്യുന്നു. പിന്നെ ഒരു ബിസിനസ്സിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം അഡ്ജസ്റ്റ്മെന്റുകളാണ് ചെയ്യേണ്ടത്? ഇതാണ് ഓൺ ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ് ബിക്കം നെസസറി. ഒരു ബിസിനസ്സിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിലവിലുള്ള പാർട്ട്നേഴ്സ് കൂടെ അത് ഒരു പാർട്ട്ണറും കൂടെ അഡ്മിറ്റ് ചെയ്യും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ എന്ത് ചെയ്യേണ്ടി വരും? അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ കമ്പനിയുടെ നിലവിലുള്ള അസറ്റും ലയബിലിറ്റീസും എന്ത് ചെയ്യണം? റിവാലുവേഷൻ ചെയ്യണം. മൂന്നാമത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്. അതായത് ബിസിനസിന്റെ കുമിഞ്ഞുകൂടി കിടക്കുന്ന, അക്യുമുലേറ്റഡ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ വിതരണം ചെയ്യാതെ കമ്പനിക്ക് ലാഭവും നഷ്ടവും വല്ലതും കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ, കൂടുതലായി കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയും എന്ത് വരും? അഡ്ജസ്റ്റ്മെന്റ് വരും. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്ണർമാരെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പറയാം സാക്രിഫൈസിങ് റേഷ്യോ. അഡ്മിഷന്റെ കേസിൽ വരുന്നതാണ്. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നീട് പഠിക്കുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ ഓഫ് എ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞു സാക്രിഫൈസിങ് റേഷ്യോ എന്താണുള്ളത്. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാല് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാല് at the time of a admission of a partner, existing partners have to surrender some of their share in favor of the new partner. The ratio in which they agree to sacrifice their share of profit in favor of incoming partner. അതായത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാല് പുതിയ പാർട്ട്ണറുടെ പ്രവേശനത്തിലൂടെ നിലവിലുള്ള പങ്കാളികൾക്ക് നഷ്ടമാകുന്ന ലാഭവിഹിതത്തെയാണ് എന്തെന്ന് പറയാ? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. വെച്ചാല് ബിസിനസ്സിൽ നിലവിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്.
അപ്പൊ 2 പാർട്ട്നേഴ്സ് കൂടാതെ ഒരു പുതിയ പാർട്ണറും കൂടി എന്ത് ചെയ്തു ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പോ ലാഭം പങ്കുവെക്കാനായിട്ട് എന്താ ഒരാളും കൂടിയും വരും അല്ലെ. അപ്പൊ ലാഭം പങ്കുവെക്കാൻ നിലവിൽ 2 ആളുണ്ടായുള്ളൂ. ഒരു പുതിയ പാർട്ണറും കൂടി വരുമ്പോൾ എന്താ ചെയ്യാം, 3ാമത് ഒരാളും കൂടെ വന്നു. അപ്പൊ അവരെ ലാഭത്തിന്റെ പങ്ക് എന്ത് ചെയ്യും, കുറയും. അവരെ ലാഭത്തിന്റെ ഒരു പങ്ക് ആർക്കും കൂടി കൊടുക്കേണ്ടി വരും, 3ാമത് വരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നിലവിലുള്ള 2 പാർട്ട്നേഴ്സിന്റെ എന്ത് ചെയ്യുക, ലാഭത്തിന്റെ പങ്ക് എന്ത് ചെയ്യും, കുറയും. ആ കുറയുന്ന അനുപാതത്തെ പറയുന്നതാണ് ഇത് സാക്രിഫൈസിങ് റേഷ്യോ. അതായത് പുതിയ പാർട്ണറുടെ പ്രവേശനത്തിലൂടെ നിലവിലുള്ള പങ്കാളികൾക്ക് നഷ്ടമാകുന്ന ലാഭവിഹിതം. പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള പാർട്ണറുടെ എന്താ ഷെയർ എന്ത് ചെയ്യും, കുറയും. ആ ഷെയർ കുറയുന്ന നഷ്ടപ്പെടുന്ന അനുപാതത്തെയാണ് എന്ന് പറയാ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അതാണ് സാക്രിഫൈസിങ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഗുഡ് വിൽ എന്താന്ന് ചോദിക്കാം. ഗുഡ് വിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വില്ല് ചോദിക്കാറുണ്ട് എക്സാമിന്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒരു സൽപ്പേര്, അതിനാണ് എന്താ പറയാ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം എ ബിസിനസ് ഫേം ഡെവലപ്പ് എ ഗുഡ് നെയിം ആൻഡ് റെപ്യൂട്ടേഷൻ എമംഗ് ദി കസ്റ്റമേഴ്സ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഗുഡ് വിൽ എന്ന് വെച്ചാൽ സൽപ്പേര്. അതായത് ഒരു ബിസിനസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സിന്റെ ഇടയിലും അത് സൊസൈറ്റിയുടെ ഇടയിലും എന്താ നല്ല പേരുണ്ടാവും. അവരുടെ പ്രവർത്തനം കൊണ്ടും അവരുടെ കസ്റ്റമേഴ്സിനുള്ള ഇടപെടൽ കൊണ്ട് നല്ല പേര് എന്ത് ചെയ്യും, സമൂഹത്തിലും കസ്റ്റമറുടെ ഇടയിലും എന്ത് ചെയ്യും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കമ്പനിയുടെ എന്താ പറയാ പ്രസ്റ്റീജ്, ഇമേജ് എന്ത് ചെയ്യും, ഉയരും ഇല്ലേ. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഗുഡ് വിൽ അല്ലെങ്കിൽ സൽപ്പേര് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എന്തൊക്കെയാണ് ഗുഡ് വില്ലിനെ ബാധിക്കുന്ന ഘടകങ്ങൾ? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ. ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പറഞ്ഞത് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബിസിനസ് ആരംഭിക്കുന്ന സ്ഥലം, ഏരിയ. അതായത് സിറ്റി ടൗൺ ഒക്കെ ആണെങ്കിൽ എന്താ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റും. ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ അവിടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനോ കമ്പനി ഡീലിങ്സിന് വരുന്ന പുറമെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ലൊക്കേഷൻ ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ് ആണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്, പ്ലേസ്. പിന്നെ അടുത്ത് പറയുന്നത് നേച്ചർ ഓഫ് ദി ബിസിനസ്, ബിസിനസിന്റെ സ്വഭാവം. നേച്ചർ ഓഫ് ബിസിനസിന്റെ സ്വഭാവം. അതായത് ഇടക്കാല ബിസിനസ് ആണോ, അത് ദീർഘകാല ബിസിനസ് ആണോ, അതായത് സ്മോൾ ബിസിനസ് ആണോ, ചെറുകിട സംരംഭമാണോ, അതായത് ഇടത്തരം ബിസിനസ് ആണോ, അത് വലിയ ബിസിനസ് ആണോ, അത് ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഗുഡ് വില്ല് ഉണ്ടാവാം. പിന്നെ പറയുന്നത് എഫിഷ്യന്റ് മാനേജ്മെന്റ് എന്നത് കാര്യക്ഷമമായ മാനേജ്മെന്റിന്റെ പ്രവർത്തന രീതി നല്ല കാര്യക്ഷമമായ രീതിയിലാണ്, നല്ല മെച്ചപ്പെട്ട രീതിയിലാണ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, നല്ല റിസൾട്ട് ആവും അല്ലെ, പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കുമല്ലോ. അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എന്താ, ഉയരും. അടുത്ത ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കുക, കസ്റ്റമേഴ്സിന് കൊടുക്കുക. ക്വാളിറ്റി സർവീസ്, നല്ല സർവീസും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അതും ഗുഡ് വില്ലിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്.
അടുത്ത പറയുന്നത് മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റ് സിറ്റുവേഷൻ. മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് മാർക്കറ്റിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്. ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. എന്നിട്ട് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യാം, സെയിൽ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ്, നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ നമുക്ക് എതിരായിട്ടുള്ളത് എന്താ, കമ്പനിക്കാരുണ്ടാവും. നമ്മളെ സെയിം പ്രൊഡക്റ്റ് തന്നെ മാർക്കറ്റിൽ എത്തിക്കുന്ന എതിരായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ടാവും. അപ്പൊ അവർക്കെതിരെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കഴിവ് എന്താണ് നമ്മളെ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ നമ്മളെ കമ്പനിക്കും ഉണ്ടായിരിക്കണം. അതും ഒരു ഗുഡ് വില്ലിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഇത് മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ. ഗുഡ് വില്ല് കാൽക്കുലേഷൻ. ഗുഡ് വില്ല് കാൽക്കുലേഷൻ ചെയ്യുന്നത് രണ്ട് മെത്തേഡിലാണ് ഗുഡ് വില്ലിന്റെ വാലുവേഷൻ. ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഗുഡ് വില്ല് വാലുവേഷൻ രണ്ട് മെത്തേഡാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എന്താ എക്സാമിന് ഉണ്ടാവും. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഇതിൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റാ. അപ്പൊ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ പ്രോഫിറ്റ് ബൈ 100. അതാണ് ഇത് പറയുന്നത്. നോർമൽ പ്രോഫിറ്റ് എഴുതാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ പ്രോഫിറ്റ് ബൈ 100 ആണ് എന്ത് പറയുന്നത്, നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പൊ ഇത് കണ്ടുപിടിക്കണം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാല് ടോട്ടൽ അസെറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ടോട്ടൽ അസെറ്റ്സ് മൈനസ് ഔട്ട്സൈഡർ ലയബിലിറ്റീസ്. നെക്സ്റ്റ് ഗുഡ് വില്ലിന് കാൽക്കുലേഷൻ ചെയ്യുന്നതിന്റെ രണ്ട് മെത്തേഡുകൾ ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഞാൻ ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യണേന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് 40,000, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, ടോട്ടൽ അസെറ്റ് 3,60,000, ടോട്ടൽ ലയബിലിറ്റീസ് 50,000. ഈ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ഗുഡ് വിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കാം, ഗുഡ് വില്ല്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലുള്ള എന്ത് കണക്കാണ്, ഗുഡ് വില്ല്. ഇപ്പൊ ഫസ്റ്റ് ടോട്ടൽ അസെറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് ആണ് എന്ത്, ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പൊ അത് ഫസ്റ്റ് എന്ത് ചെയ്യാ കാണാം, ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസെറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ടോട്ടൽ അസെറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ടോട്ടൽ അസെറ്റ് 3,60,000 മൈനസ് 50, അപ്പൊ 3,10,000. ഇനി എന്ത് കാണാം, ക്യാപിറ്റലൈസ്ഡ്
വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കാണാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. Capitalized value of average profit is equal to average profit തന്നിട്ടുണ്ട് കണ്ട. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എന്തെന്നാ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 100 by normal rate. Average profit 40,000 into 100 by 10. 100 by 10 അപ്പോൾ എത്ര കിട്ടും? 4 lakh. ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റും കിട്ടി. അപ്പോൾ ഗുഡ് വില്ല് കാണാം. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു capitalized value of profit, capitalized value of average profit, value of average profit minus capital employed. Capitalized value of average profit 4 lakh. 4 lakh minus 3,10,000. ഇപ്പം 90,000 ആണ് ഇത് പറയുന്നത് ഗുഡ് വില്ല്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്തൊക്കെയാ? പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഒരു ഫേമിന്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ് 10% തന്നിട്ടുണ്ട്. ഇത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാ? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വെച്ചിട്ട് അപ്പൊ ഇതില് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ പ്രോഫിറ്റ് ആണ്. അപ്പൊ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാ? ആക്ച്വൽ പ്രോഫിറ്റ് 26,000. അപ്പൊ നോർമൽ പ്രോഫിറ്റ് കാണാം. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് ആക്ച്വൽ പ്രോഫിറ്റ് ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100 ആണ്. നോർമൽ റേറ്റ് ബൈ 100 ആണ്. ഇപ്പൊ ആക്ച്വൽ പ്രോഫിറ്റ് 26,000 ഇൻറ്റു 10 by സോറി ട്ടാ, ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ആണ്. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ 2,20,000 ഇൻറ്റു 10 by 100 ഇപ്പൊ 22,000. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഇക്വേഷൻ എന്താ? ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് സൂപ്പർ പ്രോഫിറ്റ് അല്ല, ആക്ച്വൽ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. നോർമൽ പ്രോഫിറ്റ് കാണാനാണ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റലും നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നേക്കണേ. അപ്പൊ നോർമൽ പ്രോഫിറ്റ് കാണാൻ ഇക്വേഷൻ നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ബൈ 100. അപ്പൊ എന്ത് കിട്ടി? നോർമൽ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാല് ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് 26,000 minus 22,000 equal to 4,000. But goodwill is equal to 4,000. Goodwill is equal to super profit into equations. Correct. Goodwill is equal to super profit into 100 by normal rate.
100 by normal rate. Super profit എത്രയാ 4000. 4000 into 100 by 10. അപ്പോൾ 40,000. 40,000 ആണ് എന്ന് പറയുന്നത് ഗുഡ്വിൽ. ചില പ്രോബ്ലത്തില് ഗുഡ്വിൽ കാൽക്കുലേഷൻ തരും, എന്നിട്ട് അവസാനം ഫൈൻഡ് ദി ഗുഡ്വിൽ അറ്റ് 3 years പർച്ചേസ് എന്ന് പറയും. അറ്റ് 3 years ഓഫ് പർച്ചേസ് 2 years ഓഫ് പർച്ചേസ് എന്ന് ലാസ്റ്റ് തരും. 2 years ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്വില് അല്ലെങ്കിൽ 3 years ഓഫ് പർച്ചേസ്, അത് 3 വർഷത്തെ ഗുഡ്വില് 2 വർഷത്തെ ഗുഡ്വില് കാണാനാണ് പറഞ്ഞത്. അങ്ങനെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ 2 years ഓഫ് പർച്ചേസോ 3 years ഓഫ് പർച്ചേസോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഗുഡ്വില്ലിന്റെ ആൻസർ കിട്ടും. ഇങ്ങനെ 40,000, പിന്നെ ഇവിടെ എത്രയാ 90,000, ഇങ്ങനെ ഗുഡ്വില്ലിന്റെ ആൻസർ കിട്ടും ഇല്ലേ. ഈ ഗുഡ്വില്ലിന്റെ ആൻസർ എത്രയാണോ അതിനെ എന്ത് ചെയ്യാ, ഈ 3 years 2 years ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ 2 years ഓഫ് പർച്ചേസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ, ഗുഡ്വില്ലിന്റെ ആൻസറിനൊപ്പം എന്ത് ചെയ്യാ 40,000 into 2 ഇട്ടിട്ട് കാണാം. അപ്പൊ എത്ര വരും ആൻസർ 80,000. അല്ല 40,000 into 2 2 years ഓഫ് പർച്ചേസ് ആണ് ക്വസ്റ്റ്യൻ തന്നെങ്കിൽ 40,000 into 2 80,000 ആവും. ഇത് തന്നിട്ടില്ല, ചിലയിൽ തരും. ഇതിൽ 3 years ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്വില്ലാണ് തന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്ത് എഴുതാ 40,000 into 3 എന്ന് എഴുതാം. അപ്പൊ എത്ര വരും 1,20,000 തരും. ഇവിടെ 2 years ഓഫ് പർച്ചേസ് തന്നിട്ടുണ്ടെങ്കിൽ 90,000 into 1,80,000 തരും ആൻസർ. 3 years ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്വില്ലിൽ നിന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ 90,000 into 3, അപ്പൊ എത്ര വരും 2,70,000 എന്ന് വരും.